കവിത ശബ്ദിക്കുന്ന അലാറം. ശബ്ദം ഷീല ഷില്ലസ്. കവി ശ്രീ ഇളവൂർ ശശി. ഓടുമേഞ്ഞ പഴയ പുരയുടെ മൂലക്കൽ കൂട്ടിയിട്ടിരുന്ന പാഴ്വസ്തുക്കൾക്കിടയിൽ ഇന്ന് ആർക്കും വേണ്ടാത്തൊരലാറം ആവശ്യത്തിനും അനാവശ്യത്തിനും ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. ഓടുമേഞ്ഞ പഴയ പുരയുടെ മൂലക്കൽ കൂട്ടിയിട്ടിരുന്ന പാഴ്വസ്തുക്കൾക്കിടയിൽ ഇന്ന് ആർക്കും വേണ്ടാത്തൊരലാറം ആവശ്യത്തിനും അനാവശ്യത്തിനും ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. മൊബൈലും ഗൂഗിൾ അസിസ്റ്റൻറ്റും വരുന്നതിനു മുൻപ് അയാളുടെ വീടിൻ്റെ ചലനത്തെ ചിട്ടപ്പെടുത്തിയിരുന്നത് താനാണെന്നുള്ള അഹങ്കാരം ഇന്നലെ വരെയും ആ അലാറത്തിനുണ്ടായിരുന്നു. ആദ്യം അവളെയും പിന്നെ അയാളെയും അവരുടെ മക്കളെയും എല്ലാം ഒരു കടുകിട പോലും തെറ്റാതെ സമയാസമയങ്ങളിൽ വിളിച്ചുണർത്തിയിരുന്ന അലാറത്തിൻ്റെ ശബ്ദം ഇപ്പോൾ അയാൾക്കും മക്കൾക്കും അസമയങ്ങളിൽ മുഴങ്ങുന്നൊരു അപശകുനമായി മാറി. കെട്ടിയുയർത്തിയ മതിലുകൾ ചാടിക്കടക്കാൻ കഴിയാതെ അലാറത്തിൻ്റെ ശബ്ദം ഇന്ന് ക്ഷയിച്ച് ആ പഴയ പുരയിൽ മാത്രം ഒതുങ്ങി. അവസാനം ആക്രി സാധനങ്ങൾ വാങ്ങാനെത്തിയ വണ്ടിക്കാരന് കാശ് അങ്ങോട്ട് കൊടുത്ത് അവരാ അലാറം അടിച്ചേൽപ്പിച്ചു. ആർക്കോ വേണ്ടി അപ്പോഴും ചിലച്ചുകൊണ്ടിരുന്ന ആ അലാറത്തെയും പേറി ആ വണ്ടി അനാഥാലയത്തിലേക്ക് നീങ്ങി. പടിയിറങ്ങുമ്പോഴും ആ അലാറം അവസാനമായി ഇങ്ങനെ ശബ്ദിച്ചു: ഈശ്വര, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരുത്തരുതേ. പടിയിറങ്ങുമ്പോഴും ആ അലാറം അവസാനമായി ഇങ്ങനെ ശബ്ദിച്ചു: ഈശ്വര, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരുത്തരുതേ.